എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡുകൾ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ പ്രകാരം ഒരു വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിർബന്ധമായും മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഒരു ഷിയ വിഭാഗത്തിൽ നിന്നുള്ള അംഗവും ഉണ്ടായിരിക്കണം. പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഇതിന് വിരുദ്ധമായ രീതിയിൽ പണ്ടെങ്ങനെയായിരുന്നോ അതേപോലെ നോൺ മുസ്ലിം മെമ്പേഴ്സ് ഇല്ലാതെ ഷിയ അംഗങ്ങളില്ലാതെയാണ് ഇപ്പോഴും വഖഫ് ബോർഡുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഇതിനെ എതിർത്തുകൊണ്ട് പലതരത്തിലുള്ള ലിറ്റിഗേഷൻസ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട പോരാട്ടമെല്ലാം തന്നെ നയിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രീയ നേതാവ് ശ്രീ ഷോൺ ജോർജാണ്. കേരളത്തിൽ ഈ വർഷം ആദ്യം ഫെബ്രുവരി മാസത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലത്ത് വഖഫ് ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്തും ഈ പുതിയ നിയമപ്രകാരമുള്ള 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താനായിട്ട് അവർ തയ്യാറായില്ല. എന്നാൽ പുതിയ സർക്കാർ വന്നതിന് ശേഷവും ഈ 2 അമുസ്ലിം അംഗങ്ങളെ വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4-5 മാസമായിട്ട് കേരളത്തിൽ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് പുതിയ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ഷോൺ ജോർജ് കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ കേരള ഹൈക്കോടതി ഷോൺ ജോർജ് ഉന്നയിച്ച വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ ശരിയാണ് എന്ന് കണ്ടുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്നും കേരളത്തിലെ വഖഫ് ബോർഡിനെ തൽക്കാലം തടഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് വഖഫ് ബോർഡ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ഷോൺ ജോർജിൻ്റെ വാദങ്ങൾ, കേരള ഹൈക്കോടതി പറഞ്ഞത് എന്താണ്, എന്ത് വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡ് ഉന്നയിക്കാൻ പോകുന്നത്, ഈ കേസിൻ്റെ ഗതി എന്താകും എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാം. ഇതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരുപക്ഷെ പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ഇത് വഖഫ് സ്വത്തുക്കളെക്കുറിച്ചുള്ള ഒരു കേസല്ല, വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ചുള്ള കേസുമല്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കേസിലുള്ളത്. പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന നിയമമനുസരിച്ച് കേരളത്തിലെ വഖഫ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല എന്നാണ് പ്രഥമദൃഷ്ട്യാ ബോധ്യമാകുന്നത് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. വഖഫ് ബോർഡ് പറയുന്നത് അങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതുകൊണ്ട് തൽക്കാലം ഒരു പ്രശ്നവുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നതാണ് ഇതിൽ സുപ്രീം കോടതി പരിശോധിക്കേണ്ടത്. ആദ്യം തന്നെ ഈ കേസിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാർ വഖഫ് നിയമത്തിൽ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വ്യവസ്ഥ ഇതായിരുന്നു, വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, ഷിയ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ കൂടി ഇതിലുണ്ടായിരിക്കണം. ഈ വ്യവസ്ഥയെ പലരും എതിർത്തു, ചിലർ സുപ്രീം കോടതിയിൽ പോയി. പക്ഷേ ഈ നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് ഒരു തരത്തിലുള്ള സ്റ്റേയും സുപ്രീം കോടതി അനുവദിച്ചില്ല. അതായത് ഇതിനെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ നിയമം ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാലിക്കേണ്ടുന്ന ബാധ്യത എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കുമുണ്ട്, വഖഫ് ബോർഡുകൾക്കുമുണ്ട്. എന്നാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുവെങ്കിലും 2 അമുസ്ലിം അംഗങ്ങളെയും ഒരു ഷിയ അംഗത്തിനെയും ഉൾപ്പെടുത്തിയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷോൺ ജോർജ് ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയിൽ പോകുന്നത്. അവിടെ സർക്കാരിൻ്റെ വിശദീകരണം കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോടതിയോട് സർക്കാർ പറയുന്നത്, അതായത് നിലവിലെ കോൺഗ്രസ് സർക്കാർ പറയുന്നത്, നിയമപ്രകാരം ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ തയ്യാറാണ് എന്നാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഈ വഖഫ് നിയമത്തിനെ തന്നെ എതിർത്ത ആൾക്കാരാണ് കോൺഗ്രസ് നയിക്കുന്ന UDFും CPM നയിക്കുന്ന LDFും. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ പറയുന്നത് ഈ നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് തങ്ങൾ തയ്യാറാണ് എന്നാണ്. അതായത് ഈ കേസിൽ സർക്കാരിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നും തന്നെയില്ല. കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന നിയമം എന്താണോ അതിൻ പ്രകാരം വഖഫ് ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ 2 അമുസ്ലിം അംഗങ്ങളെയും ഒരു ഷിയ അംഗത്തിനെയും ഉൾപ്പെടുത്താനായിട്ട് സംസ്ഥാന സർക്കാർ സന്നദ്ധമാണ് എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതുതന്നെ ഒരു അഡ്മിഷനാണ്. കാരണം നിലവിലത്തെ വഖഫ് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിയമപരമായിട്ടുള്ള ഒരു പോരായ്മയുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി മറ്റ് രേഖകൾ കൂടി പരിശോധിച്ചത്. ഇവിടെയാണ് പറയുന്നത്, സെക്ഷൻ 14 പ്രകാരം 2 അമുസ്ലിം അംഗങ്ങളെയും ഒരു ഷിയ അംഗത്തിനെയും ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല. അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ബോർഡിൻ്റെ രൂപീകരണം നിയമാനുസൃതമാണ് എന്ന് പ്രഥമദൃഷ്ട്യാ പറയാൻ കഴിയില്ല എന്ന്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്, ഹൈക്കോടതി കേരളത്തിലെ ബോർഡിനെ അസാധുവാക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്തിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വഖഫ് ബോർഡിൻ്റെ ഓഫീസുകൾ പൂട്ടാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. പകരം പറഞ്ഞിരിക്കുന്നത് ചില നിയന്ത്രണങ്ങൾ മാത്രമാണ്. വലിയ നയപരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാൻ പാടില്ല, വലിയ സാമ്പത്തിക ചെലവുകൾ നടത്താൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടാവുകയാണെങ്കിൽ അതിന് കേരള ഹൈക്കോടതിയുടെ അനുമതി വാങ്ങുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വഖഫ് ബോർഡിന് ഈ നിയമപ്രകാരമല്ല കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്കിലും പൂർണ്ണമായിട്ടുള്ള വിലക്കില്ല. പകരം താൽക്കാലിക നിയന്ത്രണവും
കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അനുമതിയുമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം എതിർത്തുകൊണ്ട് ഷോൺ ജോർജിനെതിരെ കേരള ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരെ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോവുകയാണ്. ഇവിടെ അവർ പറയുന്ന ചില പ്രധാനപ്പെട്ട വാദങ്ങളുണ്ട്. ഒന്നാമത്തെ അവരുടെ വാദം ഈ വഖഫ് നിയമത്തിൽ തന്നെ പറയുന്ന സെക്ഷൻ 22 അതായത് വഖഫ് ബോർഡിൽ ഏതെങ്കിലും ഒഴിവുകളുണ്ട് എന്ന് കരുതി വഖഫ് ബോർഡിൻ്റെ നടപടികൾ അസാധുവാകുന്നില്ല എന്നാണ് സെക്ഷൻ 22 പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 അമുസ്ലിം അംഗങ്ങളോ ഒരു ഷിയ അംഗമോ ഈ ബോർഡിൽ ഇല്ല എന്ന കാരണത്താൽ ബോർഡിൻ്റെ പ്രവർത്തനത്തിനെ തടയാനായിട്ട് കഴിയുകയില്ല എന്നാണ് ഇവരുടെ വാദം. ഇത് ആദ്യ നോട്ടത്തിൽ ശക്തമായിട്ടുള്ള ഒരു വാദമായിട്ട് തോന്നും. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നമുണ്ട്. സെക്ഷൻ 22 എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഒരു ബോർഡ് നിയമാനുസൃതമായി നിലവിൽ വന്നതിന് ശേഷം പിന്നീട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വേക്കൻസി ഉണ്ടായാൽ, ആരെങ്കിലും മരിച്ചാൽ, ആരെങ്കിലും രാജിവെച്ചാൽ, ഏതെങ്കിലും ഒരു സ്ഥാനം താൽക്കാലികമായിട്ട് ഒഴിഞ്ഞു കിടന്നാൽ അത്തരം ഒഴിവുകൾ കാരണം ബോർഡിൻ്റെ എല്ലാ തീരുമാനങ്ങളും അസാധുവാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെക്ഷൻ 22. പക്ഷേ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് അതല്ല. ഇവിടെ ബോർഡ് രൂപീകരിച്ച ദിവസം തന്നെ നിർബന്ധമായിട്ടുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അവരവിടെ ഉണ്ടായിരുന്നു, പിന്നീട് വേക്കൻസി ഉണ്ടായി എന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അവരെ ഒരു കാലത്തും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 22 പറയുന്ന സാഹചര്യമല്ല ഇപ്പോൾ കേരള വഖഫ് ബോർഡിലെ വേക്കൻസിയിലുള്ളത്. ഇത് തന്നെയാണ് ഹൈക്കോടതിയും പ്രാഥമികമായി ചൂണ്ടിക്കാട്ടുന്നത്. വഖഫ് ബോർഡിൻ്റെ രണ്ടാമത്തെ വാദം അമുസ്ലിം അംഗങ്ങളെ നിയമിക്കേണ്ടത് വഖഫ് ബോർഡല്ല, സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു വീഴ്ചയ്ക്ക് ബോർഡിനെ ശിക്ഷിക്കുകയോ അതിൻ്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അത് നിയമപരമായിട്ടാണെങ്കിലും അല്ലാതെയും യുക്തിയുള്ള കാര്യമാണ്. കാരണം നിയമനം നടത്തേണ്ടത് ഇവിടെ സർക്കാരാണ്, അല്ലാതെ ബോർഡല്ല. പക്ഷേ എന്ന് കരുതി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇല്ലാതാകുന്നില്ല. നിയമം നിർബന്ധമാക്കിയിരിക്കുന്ന ഘടനയില്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് പൂർണ്ണ അധികാരത്തോടെ പ്രവർത്തിക്കാനാകുമോ? ശരിയാണ്, വഖഫ് ബോർഡിനെ കുറ്റം പറയാൻ കഴിയില്ല. സർക്കാരാണ് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ സർക്കാർ നോമിനേറ്റ് ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിന് ഈ രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള അവകാശവും സത്യത്തിലില്ല. ഇനി മൂന്നാമത്തെ വാദം, ഞങ്ങൾക്ക് വാദം കേൾക്കാനായിട്ട് അവസരം കിട്ടിയില്ല, ഒരു ദിവസത്തെ സമയം ഹൈക്കോടതിയിൽ ചോദിച്ചു, പക്ഷേ അത് ഹൈക്കോടതി അനുവദിച്ചില്ല എന്നുള്ളതാണ്. അതായത് നാച്ചുറൽ ജസ്റ്റിസ്, സ്വാഭാവിക നീതി ഞങ്ങൾക്ക് ലംഘിക്കപ്പെട്ടു, ഞങ്ങളെ കേട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും സുപ്രീം കോടതി പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണിത്. കാരണം അങ്ങനെ അവരെ കേൾക്കാതെ ഉത്തരവ് വന്നു എന്നത് നടപടിക്രമത്തിൻ്റേതായിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ അതുകൊണ്ട് സെക്ഷൻ 14 വന്നിരിക്കുന്ന നിയമലംഘനം ഇല്ലാതാകുന്നില്ല. അവരവിടെ എന്ത് തരത്തിൽ വ്യാഖ്യാനിക്കാനായിട്ട് നിന്നു കഴിഞ്ഞാലും സെക്ഷൻ 14 പ്രകാരം എന്താണോ ഇതിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കോൺസ്റ്റിറ്റ്യൂഷൻ അതവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളത് ഇല്ലാതാകുന്നില്ല. അവരെ കേൾക്കേണ്ടിയിരുന്നോ എന്നുള്ളത് നിയമപ്രകാരമുള്ള മറ്റൊരു വിഷയമാണ്. പക്ഷേ നിയമം പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യമാണ് ഇവിടെ ഷോൺ ജോർജിൻ്റെ പരാതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മെറിറ്റോറിയസ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. ഇനി വഖഫ് ബോർഡിൻ്റെ അടുത്ത വാദം, ഹൈക്കോടതി ബോർഡിനെ പരോക്ഷമായിട്ട് സൂപ്പർസീഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്യാനായിട്ട് അവർക്ക് അധികാരമില്ല. ആ അധികാരമുള്ളത് സംസ്ഥാന സർക്കാരിന് മാത്രമാണ് എന്നാണ്. പക്ഷേ ഇവിടെയും ഒരു വ്യത്യാസമുണ്ട്. ഹൈക്കോടതി ബോർഡിനെ പിരിച്ചുവിട്ടിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. അംഗങ്ങളെ ആരെയും തന്നെ പുറത്താക്കിയിട്ടില്ല, അയോഗ്യത കൽപ്പിച്ചിട്ടില്ല, ബോർഡ് ഇല്ലാതാക്കിയിട്ടില്ല. വലിയ തീരുമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. എന്തെങ്കിലും വലിയ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതിന് ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടാകണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ സൂപ്പർ സെഷൻ എന്ന് വിളിക്കാനാകുമോ എന്നുള്ള കാര്യം സുപ്രീം കോടതി തീരുമാനിക്കും. അങ്ങനെ കഴിയില്ല എന്നാണ് എനിക്ക് സാമാന്യമായിട്ട് നമ്മൾ ഈ നിയമങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബോധ്യം. ഇവിടെ ഭരണപരമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി വഖഫ് ബോർഡ് പറയുന്നുണ്ട്. കാരണം ഓരോ ആഴ്ചയും ഏകദേശം 200 കേസുകളാണ് പരിഗണിക്കുന്നത്. 600-ലധികം കേസുകൾ ട്രിബ്യൂണലിലുണ്ട്, 500-ലധികം കേസുകൾ ഹൈക്കോടതിയിലുണ്ട്, 15,000-ലധികം മുത്തവല്ലിമാർക്കുള്ള പരിശീലന പരിപാടികൾ ആരംഭിക്കാനായിട്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി ഇതെല്ലാം തന്നെ തടസ്സപ്പെടും എന്നാണ് അവർ പറയുന്നത്. അത് തീർച്ചയായിട്ടും സുപ്രീം കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ വീണ്ടും ഒരു വലിയ ചോദ്യമുണ്ട്. ഇത്ര വലിയ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നിയമം പറഞ്ഞിരിക്കുന്ന ഘടനയിൽ തന്നെ ആദ്യം തന്നെ ആ ബോർഡ് രൂപീകരിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഇവിടെ ഈ ബോർഡ് സുപ്രീം കോടതിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. അത് തമിഴ്നാട്ടിൽ സമാനമായിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് തമിഴ്നാട്ടിലും നിയമപ്രകാരമല്ല ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും ഹൈക്കോടതി ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവിടുത്തെ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി വഖഫ് ബോർഡിനൊപ്പമാണ് നിന്നത് എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം. അവിടെ ഹൈക്കോടതിയുടെ ഇടപെടലിനെ സ്റ്റേ ചെയ്യുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിലും കേരളത്തിലും വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ അതത് ഹൈക്കോടതികൾ ഇടപെട്ടിരിക്കുന്ന രീതികളിൽ
വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇഫക്റ്റീവ്ലി വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ഹൈക്കോടതി ചെയ്തത്. വഖഫ് ബോർഡ് അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ അധികാരവും ഉപയോഗിക്കുന്നതിൽ നിന്ന് കോടതി അവരെ വിലക്കി. ഇഫക്റ്റീവ്ലി അവരുടെ ബോർഡ് നോൺ ഫങ്ഷണലാകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് അവിടെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ കേരളത്തിൽ അങ്ങനെയുള്ള സാഹചര്യമല്ല. കേരളത്തിൽ ഇവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊന്നും തന്നെ തടഞ്ഞിട്ടില്ല. ഈ ബോർഡിനെ അയോഗ്യരാക്കിയിട്ടില്ല. അവർ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് അവരെ വിലക്കിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ ബോർഡിനെ പിരിച്ചുവിടുന്ന ഒരു നടപടിയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പകരം ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. മേജറായിട്ടുള്ള പോളിസി ഡിസിഷൻസ് എടുക്കാനായിട്ട് പാടില്ല. പിന്നീട് വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങളോ എക്സ്പെൻഡിച്ചറിൻ്റെയോ കാര്യം പരിഗണിക്കുകയാണ് എങ്കിൽ അത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ആ ബോർഡിനെ ഫങ്ഷണൽ അല്ലാതാക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എങ്കിൽ കേരളത്തിൽ അങ്ങനെയുള്ള സ്ഥിതി ഹൈക്കോടതി ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ പല ആൾക്കാരും ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വൈകാരികമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡിൽ മറ്റ് മതവിഭാഗത്തിലുള്ള ആൾക്കാരില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും ക്രിസ്ത്യൻ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റേതായിട്ടുള്ള മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു സംഘടനയിൽ മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ആൾക്കാരിവിടെ ഉന്നയിക്കുന്നത്. അത് ഇവർക്ക് വഖഫ് ബോർഡ് എന്താണ് എന്നതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള വിവരമില്ലാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഖഫ് ബോർഡ് ഒരു മതസംഘടനയല്ല എന്നുള്ളതാണ്. അത് പാർലമെൻറ്റ് നിയമം മൂലം രൂപീകരിച്ചിരിക്കുന്ന ഒരു നിയമപ്രകാരമുള്ള സംഘടനയാണ്, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് നിയമം ഇഷ്ടമുള്ളപ്പോൾ മാത്രം പാലിക്കാനും ഇഷ്ടമില്ലാത്തപ്പോൾ ആ ഭാഗം അവഗണിക്കാനും കഴിയുകയില്ല. നിയമം തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അവർക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. പക്ഷേ കോടതി ആ നിയമം റദ്ദാക്കുകയോ സ്റ്റേ ചെയ്യുകയോ ചെയ്യുന്നതുവരെ അത് പാലിക്കണം. അതാണ് റൂൾ ഓഫ് ലോ. ഇവിടെയാണ് വഖഫ് ബോർഡിൻ്റെ വാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം. ഒരു ഭാഗത്ത് അവർ പറയുന്നത് അമുസ്ലിം അംഗങ്ങളെ നിയമിക്കേണ്ടത് സർക്കാരാണ് എന്നാണ്. മറുഭാഗത്ത് അവർ പറയുന്നത് ആ അംഗങ്ങളില്ല എങ്കിലും ഞങ്ങൾ പൂർണ്ണ അധികാരത്തോടെ തുടരും എന്നാണ്. അപ്പോൾ നിയമത്തിൽ ആ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രസക്തി അവിടെ ഇല്ലാതാക്കുകയാണ്. നിയമം ഒരിക്കലും ഒരു അലങ്കാരവാചകമല്ല, അത് നിർബന്ധമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ആ ചോദ്യത്തിനാണ് സത്യത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ മറുപടി കണ്ടെത്തേണ്ടത്. ഇവിടെ ഇസ്ലാം മതാചാര പ്രകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനമല്ല വഖഫ് ബോർഡ്. അത് പൂർണ്ണമായിട്ടും സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. തന്നെയുമല്ല, അത് ഇസ്ലാം മതവിഭാഗത്തിൻ്റേത് മാത്രമായിട്ടുള്ള സ്വത്തുക്കളല്ല കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും അവർ തർക്കത്തിൽ ഏർപ്പെടുന്നത് പലതരത്തിലുള്ള ട്രാൻസാക്ഷണലായിട്ടുള്ള ഇഷ്യൂസിലൊക്കെ തന്നെ വരുന്നത് ഇതര മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ചില ക്ലോസുകളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ള പല ആൾക്കാരുടെയും സ്വത്തിൽ വഖഫ് ബോർഡുകൾ ഇന്ത്യയിൽ എമ്പാടും അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ വഖഫ് ബോർഡിൻ്റെ വസ്തുക്കളല്ല, ഞങ്ങളുടെ സ്വത്തുക്കളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഒരു ഇസ്ലാം വിഷയമല്ല, മറിച്ച് ഒരു സ്വത്തിൻ്റെ വിഷയമാണ്. പല മതവിഭാഗങ്ങളുടെ സ്വത്തും വഖഫ് ബോർഡ് ഇതേപോലെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെമ്പാടും കേസുകൾ നടക്കുന്നുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തമിഴ്നാട്ടിലെ കേസുമായിട്ട് പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. തന്നെയുമല്ല, സെക്ഷൻ 22 ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്തൊക്കെയാണോ ഇവിടെ വഖഫ് ബോർഡ് പറയുന്നത് അതൊന്നും തന്നെ ഒരു പ്രൈമറി കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. പൂർണ്ണമായി എന്താണോ നിയമപ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ആ കോൺസ്റ്റിറ്റ്യൂഷന് ശേഷം പിന്നീട് എന്തെങ്കിലും തരത്തിൽ വേക്കൻസി ഉണ്ടാകുമ്പോൾ ഒരു തീരുമാനം എടുത്താൽ അതിന് സാധ്യത ഉണ്ടായിരിക്കും എന്ന കാര്യത്തിനെക്കുറിച്ച് പറയുന്നതിനാണ്. തന്നെയുമല്ല, പ്രകടമായിട്ടുള്ള മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. മുൻപ് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലുള്ളതെല്ലാം തന്നെ ഇസ്ലാം വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു. എന്നാൽ പുതിയ തീരുമാനമനുസരിച്ച് മാത്രമാണ് അതിലേക്ക് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതും ഷിയ വിഭാഗത്തിൻ്റെ പ്രാധാന്യം നിയമപ്രകാരം അതിൽ ഉറപ്പുവരുത്തുന്നതും. എന്തായാലും സുപ്രീം കോടതിയുടെ തീരുമാനം വഖഫ് ബോർഡിൻ്റെ ഭാവിയെ മാത്രമല്ല പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങളുടെ നിർബന്ധിത സ്വഭാവത്തെക്കുറിച്ചുള്ള നിയമതത്വങ്ങളും വ്യക്തമാക്കാനായിട്ട് പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്ന മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ശ്രീ ഷോൺ ജോർജിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.